ഒരു 8 മണിയൊക്കെ ഇപ്പം ഞാൻ ഉണ്ണീനെ വിളിച്ചുകൊണ്ട് നേരെ അപർണയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ നാളെ വണ്ടർല പോവാണ്. അവിടെ എത്തിയപ്പോൾ ഗോപുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ മേക്കപ്പ് ഇല്ലാത്ത മുഖങ്ങൾ. അപർണ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നെയിൽ പോളിഷ് ഇടക്കം ഫേസ് മാസ്ക് ഇടക്കം ഇതൊക്കെയായിരുന്നു നമ്മുടെ പണി. എല്ലാം കഴിഞ്ഞൊരു 11 മണിയപ്പോൾ എല്ലാവരും കൂടെ കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 2:30 അലാറം വെച്ച് എണീറ്റു. എല്ലാവരും കൂടെ പകുതി ഉറക്കത്തിലാണ് ഇരുന്ന് ചായക്ക് കുടിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ നമ്മൾ റെഡി ആവാനായിട്ട് പോയി. എന്റെ കലാവിരുതുകളാണ് ഇവർ രണ്ടുപേരും തലയിൽ കാണുന്നത്. ഒരു 3 മണിയൊക്കെ ഇപ്പം നമ്മുടെ യാത്ര തുടങ്ങി. ഉണ്ണിയുടെ പരിപാടിയും തുടങ്ങി. ഓരോ 15 മിനിറ്റിൽ ഓരോ സ്ഥലത്ത് നിർത്തി ഛർദ്ദിക്കലായിരുന്നു അവളുടെ മെയിൻ പരിപാടി. ഒരു ഗർഭിണിയും കൂടി ടൂർ പോകുന്ന വൈബായിരുന്നു. പിന്നെ ബാറ്ററി ഒക്കെ പോയി ഉണ്ണിതേ സൈഡിലോട്ട് ഇരിക്കുകയാണ്. രാവിലെ എണീറ്റുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. എന്ത് കിട്ടിയാലും തിന്നുമെന്ന് പറഞ്ഞാണ് പോയത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് സ്നാക്സ് വാങ്ങിച്ചു. കാറിൽ നിന്ന് കഴിക്കാൻ കാറിൽ കയറി 5 മിനിറ്റുള്ളിൽ നമ്മളെല്ലാം തിന്നു തീർത്തു. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടർല എത്തി. ഏകദേശം 2.5 വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നില്ല. പിന്നെ എല്ലാവർക്കും ജോലിക്ക് കിട്ടി. ഏകദേശം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഗോപിക നമ്മളെ തേച്ചു. അങ്ങനെ ഇപ്പോഴാണോ ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയത്. വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ കുറച്ചെങ്കിലും മേക്കപ്പ് മുഖത്ത് കാണാൻ വേണ്ടി എല്ലാവരും നല്ല കട്ടിക്ക് തന്നെ പുട്ടിയൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടിപ്പോയത് കാരണം ഏകദേശം 9:30 നമ്മളവിടെ റീച്ചായി. 10:30 ആകുമ്പോഴേ അകത്തോട്ട് വിടുള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ അകത്തോട്ട് വിട്ടു. അങ്ങനെ അകത്തോട്ട് ഒന്ന് ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തു. വീക്ക് ഡേയിൽ വന്നത് എന്നെ തിരക്ക് കാണൂല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഒടുക്കത്തെ തിരക്കായിരുന്നു. കോളേജ് സ്റ്റുഡൻസിന് 20% ഓഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ണിക്ക് ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ അവളുടെ ID കാർഡൊക്കെ കാണിച്ച് ടിക്കറ്റ് ഒക്കെ എടുത്തു. 11 മണിക്കാണ് ലാൻഡ് റൈഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 മണിക്കാണ് വാട്ടർ റൈഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലാൻഡ് റൈഡ്സ് ഒക്കെ സ്റ്റാർട്ടായി. ആദ്യം കുറെ വലിയ റൈഡ്സിലൊക്കെ കയറി തല ഇറങ്ങിയോണ്ട് രണ്ടാമത് ഈ ഒരു റൈഡിലാണ് കയറി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാറിന്റെ ഇത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. ഓരോ വലിയ റൈഡിൽ കയറുമ്പോഴും എന്റെ ബെൽറ്റ് മാത്രം പൊട്ടി ഞാൻ മാത്രം തറയുന്ന എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ റൈഡിലും കയറിയത്. എന്റെ കൊടലുമാല വരെ പുറത്ത് വരുമെന്ന് ഞാൻ പേടിച്ച് കയറിയ ഒരു റൈഡായിരുന്നു കേട്ടോ ഇത്. തല കറങ്ങി പണ്ടാരം അടങ്ങിയാണ് എല്ലാവരും കൂടെ ഇറങ്ങിയത്. ഇതുപോലത്തെ റൈഡിലൊക്കെ ഞാനാണ് കയറിയെങ്കിലും ഉണ്ണിയാണ് ഫുള്ള് ഛർദ്ദിച്ചത്. റൈഡ് തപ്പി നടക്കണേക്കാട്ടിൽ നമ്മൾ ബാത്റൂം തപ്പി നടന്നതാണ് കൂടുതൽ ഛർദ്ദിക്കാനായിട്ട്. ഉണ്ണിക്ക് പറ്റിയ റൈഡ് ഇതൊക്കെയാണ് കേട്ടോ. പക്ഷെ കൊച്ചുപിള്ളേരെ മാത്രമേ ഇതിൽ കയറ്റുള്ളൂ. പിന്നെ കുറച്ചു നേരം കറങ്ങി നടന്നതിന് ശേഷം എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കാരണം വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നേരെ വാട്ടർ റൈഡ്സിലോട്ടാണ് പോയത്. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഫുൾ അതിലേക്കായിരുന്നുകൊണ്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാ റൈഡ്സിലും കയറിയിട്ട് എല്ലാവരും ഇറങ്ങി കേട്ടോ. രാവിലെ ഇട്ട മേക്കപ്പിന്റെ പൊടി പോലും കാണാനില്ല. അങ്ങനെ വെള്ളത്തിലൊക്കെ കുറേ നിരന്നതിന് ശേഷം എല്ലാവർക്കും വിശക്കാനായിട്ട് തുടങ്ങി. പിന്നെ കണ്ണി കണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ പോയി റെഡിയായി. അങ്ങനെ റെഡിയായിട്ട് കുറച്ചേരം അവിടെ കറങ്ങി കിടന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഫോട്ടോ കാർഡ് എടുക്കണമെന്ന്. ഇത് 2 കിട്ടും. 150 ആയിരുന്നു പ്രൈസ്. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വണ്ടർലേക്ക് ടാറ്റയൊക്കെ പറയുന്നത് നമ്മൾ നേരെ വന്നു. എല്ലാവരും പകുതി ചെത്താണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് കടയൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ കിട്ടിയ കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. ഗോപുവൊക്കെ പകുതി ഉറങ്ങിയാണ് ഇരുന്നത്. കാരണം എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. രാത്രി തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പ്രേയത്തിന്റെ കഥയൊക്കെ പറഞ്ഞാണ് വന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കുറെ പ്രേയത്തിന്റെ കഥയൊക്കെ പറഞ്ഞാണ് വന്നത്. ഒരു 12 മണിയൊക്കെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ട് നേരെ കിടന്നുറങ്ങി. ഗോപുവിന് അപർണ തള്ളി വെളിയിലോട്ട് ഇട്ടൊക്കെയാണ്. പിറ്റേ ദിവസം 11 മണിക്കാണ് എണീറ്റ്.